ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. കോർപ്പറേഷൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഇലക്ഷൻ പ്രൊസീജിയറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റൂൾ 35 ദ പ്രൊസീജിയർ ഫോർ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് എ ന്യൂ കമ്മിറ്റി ഇൻ ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതാണ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് പറയാൻ പോണത് സെക്ഷൻ 30 ആൻഡ് റൂൾ 36 സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. നമ്മൾ കഴിഞ്ഞ ദിവസം കുറെ പ്രൊവിഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ എപ്പോഴൊക്കെയാണ് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. There are certain circumstances in which the registrar of cooperative society require the governing body of the cooperative society to constitute a special general body meeting for discussing some matters regarding the work of a cooperative society, and if so, within 1 month from the date of obtaining the order from the registrar of cooperative society, it is the duty of the committee to convene the special general body meeting. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സംഘത്തിനോട് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ചില പ്രത്യേക അജണ്ടകൾ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടാനായിട്ട് ആവശ്യപ്പെടും. അങ്ങനെ രജിസ്ട്രാർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഏത് ഡേറ്റിനാണോ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ ആവശ്യപ്പെട്ടിട്ടുള്ള ഡേറ്റ് മുതൽ 1 മാസത്തിനുള്ളിൽ നിർബന്ധമായിട്ടും സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി രജിസ്ട്രാറുടെ ഓർഡർ പ്രകാരം പറഞ്ഞ സമയത്തിനുള്ളിൽ കൂടാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഇൻ റൈറ്റിംഗിൽ രജിസ്ട്രാറെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം, ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം. അതല്ല രജിസ്ട്രാറുടെ ഓർഡർ കമ്മിറ്റി നിഷേധിക്കുകയാണ് ചെയ്യുന്നത് എന്ന് രജിസ്ട്രാർക്ക് തോന്നിക്കഴിഞ്ഞാൽ രജിസ്ട്രാർ ക്യാൻ കോൾ ദ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ആൻഡ് ദാറ്റ് മീറ്റിംഗ് ഈസ് ഡീംഡ് ടു ബി ദ മീറ്റിംഗ് ഹെൽഡ് ബൈ ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദി ബൈലോ ആക്ട് ആൻഡ് റൂൾസ്. അതായത് ഇപ്പൊ കമ്മിറ്റിക്ക് സാവകാശം കൊടുത്തിട്ട് ആ പറഞ്ഞിട്ടുള്ള സമയപരിധിക്കുള്ളിൽ അത് കൂടാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് രജിസ്ട്രാർ അറിയിച്ചിട്ട് സമയം എക്സ്റ്റെൻഡ് ചെയ്ത് വാങ്ങിക്കാതിരിക്കുകയോ സമയപരിധിക്കുള്ളിൽ മീറ്റിംഗ് കൂടാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ രജിസ്ട്രാർക്ക് സ്വമേധയാ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കാം. അങ്ങനെ രജിസ്ട്രാർ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചതുകൊണ്ട് അതിന്റെ വാലിഡിറ്റി ഒന്നും നഷ്ടപ്പെടുന്നില്ല. ഒരു കമ്മിറ്റി ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാൽ ആക്ട് റൂൾ ആൻഡ് ബൈലോ അനുസരിച്ച് എന്ത് വാലിഡിറ്റി ആണോ അതിനുള്ളത് അതേ വാലിഡിറ്റി രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വിളിക്കുന്ന സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗിനും ഉണ്ടായിരിക്കും. അതിൽ രജിസ്ട്രാർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. രജിസ്ട്രാർ വേറെ ഏതെങ്കിലും ആളുകളെ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗിൽ വരാനായിട്ടോ അല്ലെങ്കിൽ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യാനായിട്ടോ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്കും മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. ഇനി according to subsection 3, the registrar or any person can convene the special general body meeting in case of the failure undertaken by the committee of the cooperative society. Primary responsibility എന്ന് പറയുന്നത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കമ്മിറ്റിക്ക് തന്നെയാണ്. ഇനി രജിസ്ട്രാർ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമല്ല, ചില സമയത്ത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ടോട്ടൽ മെമ്പേഴ്സിലെ 1/5 സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കാനായിട്ട് ആവശ്യപ്പെട്ട് റിക്വസ്റ്റ് ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിലും കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടാം. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അമെൻഡ്മെന്റ് ഓഫ് ദി ബൈലോ ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി, എക്സ്പൾഷൻ ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി, അമാൽഗമേഷൻ, ഡിവിഷൻ എക്സെട്ര ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒക്കെ വരുമ്പോൾ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടണം. നമ്മൾ പറഞ്ഞു 2/3 മെജോറിറ്റിയുടെ പെർമിഷനോട് കൂടി മാത്രമേ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു അറേഞ്ച്മെന്റിനെ മോഡിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആൾട്ടർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ കമ്മിറ്റിക്ക് ചില പ്രത്യേക ഒക്കേഷൻസിൽ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടാന്ന് തീരുമാനിക്കാം. അതേപോലെ തന്നെ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കൊടുക്കുന്ന ഓർഡർ അനുസരിച്ച് 1 മാസത്തിനുള്ളിൽ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടാം. അതല്ല എങ്കിൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ടോട്ടൽ മെമ്പേഴ്സിലെ 1/5 മെമ്പേഴ്സ് ഇന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടണം
എന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടാം. ഇനി ബൈലോയില് മീറ്റിംഗ് കൂടണമെങ്കിൽ ഇത്ര ദിവസത്തെ നോട്ടീസ് കൊടുക്കണം, കോറം ഇത്ര ആൾക്കാർ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മീറ്റിംഗിന് വാലിഡിറ്റി ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പ്രൊവിഷൻസ് കാണിച്ചിട്ടുണ്ടായിരിക്കും. ആ പ്രൊവിഷൻസ് ഒന്നും തന്നെ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗിനെ സംബന്ധിച്ചിടത്തോളം ആപ്ലിക്കബിൾ അല്ല. കോറം എന്ന് പറയുന്നതും ഇത്ര ദിവസത്തിന് മുമ്പ് നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം എന്ന് പറയുന്നതും ഒക്കെ ആയിട്ടുള്ള പ്രൊവിഷൻസ് കമ്മിറ്റി മീറ്റിംഗിനും അതേപോലെ തന്നെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിനും ബാധകമാണ്. പക്ഷേ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗിന് ഈ പറയുന്ന പ്രൊവിഷൻസ് ഒന്നും ബാധകമല്ല. അതല്ലാതെ തന്നെ സഡൻ ആയിട്ട് വിളിച്ചിട്ട് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അത്രയും എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്യുന്നതിൽ യാതൊരു വിധത്തിലുള്ള അപാകതയില്ല. മെമ്പേഴ്സിന് ഒന്നുകിൽ പബ്ലിക് നോട്ടീസ് ആയിട്ട് ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടോ, അതല്ലെങ്കിൽ മെമ്പേഴ്സിന് ടെലിഫോണിക്കായി വിളിച്ച് പറഞ്ഞിട്ടോ, അതല്ലെങ്കിൽ ഇമെയിൽ സന്ദേശങ്ങൾ അയച്ചിട്ടോ ഒക്കെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വേണമെങ്കിൽ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടാം. ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണെങ്കിൽ അങ്ങനെ പറ്റില്ല. എത്ര ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കണമെന്ന് ബൈലോയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അത്രയും ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ കോറം എന്ന് പറഞ്ഞിട്ട് ഒരു നിശ്ചിത നമ്പറോ അല്ലെങ്കിൽ ഒരു നിശ്ചിത പെർസെന്റേജോ കാണിച്ചിട്ടുണ്ടാവും. 25% ഓഫ് ദ ടോട്ടൽ മെമ്പേഴ്സിനോ അല്ലെങ്കിൽ 150 മെമ്പേഴ്സ് ഇൻ ടോട്ടലിനോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊവിഷൻ എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും ബൈലോയിൽ പറഞ്ഞിട്ടുണ്ടാവും. ആ പറഞ്ഞിട്ടുള്ള പെർസെന്റേജ് ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പറഞ്ഞ ദിവസം ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടാൻ പറ്റുള്ളൂ. അത്രയും ആൾക്കാർ വന്നിട്ടില്ലെങ്കിൽ ഇപ്പൊ ഈ ഞായറാഴ്ചയാണ് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടിയിട്ടുള്ളത് എങ്കിൽ അടുത്ത ഞായറാഴ്ചയിലേക്ക് ആ മീറ്റിംഗ് അഡ്ജോൺ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗിന് അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല. എത്ര ആൾക്കാരെ വന്നിട്ടുള്ളത് എങ്കിൽ അത്രയും ആൾക്കാരെ വെച്ചിട്ട് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടാം. അതിന് എത്ര ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്തിരിക്കണം എന്ന് ബൈലോയിൽ പറയുന്ന മീറ്റിംഗിന്റെ പ്രൊവിഷൻ ഒന്നും തന്നെ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറയുന്നതിന് ആപ്ലിക്കബിൾ അല്ല. അതാണ് കൺവീനിങ് ഓഫ് ദി സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഇൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് സെക്ഷൻ 31 ആൻഡ് റൂൾ 37 ഗവൺമെന്റ് നോമിനീസ് ഇൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. നമ്മളെ ഇലക്ഷൻ പറഞ്ഞു കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഒരു നിശ്ചിത പെർസെന്റേജ് റൂള് പറയുന്നത് ഇതാണ്: 1/3 ഓഫ് ദി ടോട്ടൽ കമ്മിറ്റി മെമ്പേഴ്സ് ഓർ 3 മെമ്പേഴ്സ് വിച്ച് ഓർ ഈസ് ലെസ്. അത്രയും ആൾക്കാര് ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്നതിനെയാണ് ഗവൺമെന്റ് നോമിനി എന്ന് പറയുന്നത്. അവർ ഇലക്ഷൻ മുഖാന്തരം വരുന്നതല്ല, ഗവൺമെന്റിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് കമ്മിറ്റിയിലേക്ക് അയക്കുന്ന ആളുകളാണ് ഗവൺമെന്റ് നോമിനീസ് എന്ന് പറയുന്നത്. നേരത്തെ ആണെങ്കിൽ എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലും പ്രൈമറി സൊസൈറ്റി, സെൻട്രൽ സൊസൈറ്റി, അപ്പെക്സ് സൊസൈറ്റി എന്നൊക്കെ പറയുന്ന എല്ലാ സൊസൈറ്റികളിലും ഗവൺമെന്റ് നോമിനി എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ സെൻട്രൽ സൊസൈറ്റീസ് ആൻഡ് അപ്പെക്സ് സൊസൈറ്റീസ്, എല്ലാ സെൻട്രൽ സൊസൈറ്റിയും അപ്പെക്സ് സൊസൈറ്റി ഇല്ല. ചില പ്രത്യേക കണ്ടീഷൻസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഗവൺമെന്റ് നോമിനീസ് എന്ന് പറയുന്നത് സെൻട്രൽ സൊസൈറ്റിയിലും അപ്പെക്സ് സൊസൈറ്റിയിലും വരുന്നത്. പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഗവൺമെന്റ് നോമിനി എന്ന് പറയുന്ന പ്രൊവിഷൻ ഒരു കാരണവശാലും ആപ്ലിക്കബിൾ അല്ല. അപ്പൊ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഗവൺമെന്റ് നോമിനിയുടെ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അത്രയും സീറ്റ് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിലേക്ക് മാത്രമേ ഇലക്ഷൻ നടത്താനായിട്ട് പാടുള്ളൂ. 3 ആൾക്കാർ ഗവൺമെന്റ് നോമിനീസ് ഉണ്ടെങ്കിൽ 21 ആളുകളിൽ 3 ആൾക്കാരെ മാറ്റി വെച്ചിട്ട് ബാക്കി വരുന്ന ആളുകൾക്ക് മാത്രമാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇലക്ഷൻ നടത്താനായിട്ട് ബാധ്യസ്ഥനായിട്ടുള്ളത്. പ്രൈമറി സൊസൈറ്റികളിൽ ഇപ്പൊ ഗവൺമെന്റ് നോമിനീസ് ഇല്ല. അപ്പൊ ഫുൾ സീറ്റും ജനറൽ സീറ്റ്, SC/ST റിസർവേഷൻ, വുമൺ റിസർവേഷൻ അത്രയും ഇലക്ഷൻ പ്രൊസീജിയർ മുഖാന്തരമാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇനി ഞാൻ പറഞ്ഞു ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ മാത്രമാണ് ഗവൺമെന്റ് നോമിനി എന്ന് പറയുന്ന പ്രൊവിഷൻ സെൻട്രൽ സൊസൈറ്റികൾക്കാണെങ്കിലും അപ്പെക്സ് സൊസൈറ്റികൾക്കാണെങ്കിലും ബാധകമായിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ് കണ്ടീഷൻ എന്നാണ് ഇനി പറയാൻ പോണത്. First condition is if the government contributed capital at the time of the organization of the cooperative society. ഒരു സംഘം രൂപീകരിക്കുന്ന സമയത്ത് അതിന്റെ ക്യാപിറ്റൽ റിക്വയർമെന്റില് ഒട്ടും മോശമല്ലാത്ത ഒരു പെർസെന്റേജ് ക്യാപിറ്റല് ഗവൺമെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് നോമിനി എന്ന് പറയുന്ന പ്രൊവിഷൻ അവർക്ക് ബാധകമാണ്. കാരണം ഗവൺമെന്റ് ഓട്ടോമാറ്റിക്കലി ബിക്കം എ മെമ്പർ ഇൻ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ദാറ്റ് ഈസ് വൈ ഗവൺമെന്റ് ക്യാൻ നോമിനേറ്റ് such and such a number of persons to the committee of the cooperative society
according to the provision included in the bylaw of the cooperative society. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ അതാണ് പറയുന്നത്. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുന്ന സമയത്ത് അതിന്റെ ടോട്ടൽ ക്യാപിറ്റൽ റിക്വയർമെന്റിന്റെ നല്ലൊരു പെർസെന്റേജ് ഗവൺമെന്റ് ക്യാപിറ്റലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഗവൺമെന്റ് നോമിനി എന്ന് പറയുന്ന പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആണ്. ഇനി രണ്ടാമത്തെ പ്രൊവിഷൻ പറയുന്നത് ദ ഗവൺമെന്റ് ഹാവ് അസിസ്റ്റഡ് ഇൻഡയറക്ട്ലി in the formation of a cooperative society to contribute capital. ഗവൺമെന്റ് നേരിട്ടല്ല ക്യാപിറ്റൽ കൊടുത്തിട്ടുള്ളത്, ഇൻഡയറക്റ്റ് ആയിട്ട് ക്യാപിറ്റൽ ഏതെങ്കിലും ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫോർമേഷൻ ടൈമിൽ ക്യാപിറ്റൽ കളക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഗവൺമെന്റിൽ നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള ഇൻഡയറക്റ്റ് അസിസ്റ്റൻസ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലും ഗവൺമെന്റ് നോമിനി എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആണ്. ഇനി മൂന്നാമത് പറയുന്നത് ഇഫ് ദ ഗവൺമെന്റ് ഗ്യാരണ്ടീഡ് ദ റീപേയ്മെന്റ് ഓഫ് ദി ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പൽ എമൗണ്ട് ഓൺ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ക്യാപിറ്റൽ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഇഷ്യൂ ചെയ്യുന്നതായിട്ടുള്ള ഡിബഞ്ചറുകൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫെയിലിയർ ആവുകയോ അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി അടച്ചുപൂട്ടുകയോ ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ആ ഫണ്ട് നഷ്ടപ്പെടാതെ അവർക്ക് എഗ്രി ചെയ്തിട്ടുള്ള പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും കൂടി ഗവൺമെന്റ് കൊടുക്കാമെന്ന് ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഗവൺമെന്റ് നോമിനി എന്ന് പറയുന്ന പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആണ്. ഇനി നാലാമത്തെ പ്രൊവിഷൻ പറയുന്നത് ഇഫ് ദ ഗവൺമെന്റ് ഗ്യാരണ്ടീഡ് ദ റീപേയ്മെന്റ് ഓഫ് ദ ലോൺ ആൻഡ് ഇൻട്രസ്റ്റ് പ്രൊവൈഡഡ് ടു എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു സംഘത്തിന് ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുത്തിട്ടുള്ള നബാർഡ്, അതേപോലെ തന്നെ SFC, IFC, IFCI, IDBI എന്നൊക്കെ പറയുന്ന ഏതെങ്കിലും ഓർഗനൈസേഷൻസ് ഏതെങ്കിലും കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുത്തിട്ടുള്ള ലോൺ എമൗണ്ട് അവര് പറഞ്ഞ സമയത്ത് തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ അടച്ചോളാമെന്ന് ഗവൺമെന്റ് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലും ഗവൺമെന്റ് നോമിനി എന്ന് പറയുന്ന പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആണ്. അപ്പൊ 4 പ്രൊവിഷനാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രൂപീകരണ സമയത്ത് അതിന്റെ ക്യാപിറ്റൽ റിക്വയർമെന്റിന്റെ ഒരു സ്പെസിഫൈഡ് പെർസെന്റേജ് ഗവൺമെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, രണ്ടാമത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ക്യാപിറ്റൽ ഫോർമേഷനിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് അസിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മൂന്നാമത് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബഞ്ചറിന്റെ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും കോഓപ്പറേറ്റീവ് സൊസൈറ്റി കൊടുക്കുന്ന കാര്യത്തിൽ ഫെയിലിയർ ആയാൽ അത് കൊടുത്തോളാമെന്ന് ഗവൺമെന്റ് ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ, നാലാമത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി അവയിൽ ചെയ്തിട്ടുള്ള ലോണ് വിത്ത് ഇൻട്രസ്റ്റ് അത് പറഞ്ഞ സമയത്ത് തിരിച്ചടയ്ക്കുന്ന കാര്യത്തിൽ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ആ ഫെയിലിയർ ആയിട്ടുള്ള സാഹചര്യത്തിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അത്രയും എമൗണ്ട് റീപേ ചെയ്തോളാമെന്ന് ഗവൺമെന്റ് ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ, അതാണ് 4 പ്രൊവിഷൻസ്. അത് വരുന്ന കേസുകളിൽ മാത്രമാണ് ഗവൺമെന്റ് നോമിനി എന്ന് പറയുന്ന പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇനി നോമിനീസ് ആയിട്ട് സെലക്ട് ചെയ്യുന്ന ആൾക്കാർ ഒട്ടും മോശക്കാരല്ല. സാധാരണ ഇലക്ഷനിൽ കൂടി വരുന്ന കമ്മിറ്റി മെമ്പേഴ്സിന് ഏതെല്ലാം വിധത്തിലുള്ള റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടോ അതേ വിധത്തിലുള്ള റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഗവൺമെന്റ് നോമിനീസ് ആയിട്ട് വരുന്ന ആൾക്കാർക്കും ആപ്ലിക്കബിൾ ആണ്. പക്ഷെ അവർക്ക് വേറെ ഒരു കാര്യം കൂടിയുണ്ട്. അവര് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഗവൺമെന്റ് നോമിനീസ് ആയിട്ട് വന്നിട്ട് ഓഫീസിൽ അവരെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നില്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എനി ടൈം ഗവൺമെന്റ് ക്യാൻ വിഡ്രോ ദിസ് നോമിനീസ് ആൻഡ് ഇൻ ദ പ്ലേസ് ഓഫ് ദം അനദർ പേഴ്സൺസ് ക്യാൻ ബി നോമിനേറ്റഡ്. എലക്ട് ചെയ്ത ആൾക്കാർക്ക് റിസൈൻ ചെയ്യുക അല്ലെങ്കിൽ എക്സ്പെൽ ചെയ്യുക എന്നുള്ളതല്ലാതുള്ള ഒരു പ്രൊവിഷൻ ഇല്ല. പക്ഷെ ഗവൺമെന്റ് നോമിനീസ് ആയിട്ടുള്ള ആളുകളെ ഗവൺമെന്റ് ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫണ്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ തന്നെ തിരിച്ചടയ്ക്കുന്നതിന് ആവശ്യം വരുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അവരെ ഏൽപ്പിച്ചിട്ടുള്ള ഡ്യൂട്ടി സത്യസന്ധമായിട്ട് കൃത്യനിഷ്ഠതയോട് കൂടിയിട്ട് ചെയ്യുന്നില്ല എന്ന് ഗവൺമെന്റിന് ബോധ്യപ്പെടുകയാണെങ്കിൽ ആദ്യം കൊടുത്തിട്ടുള്ള നോമിനീസിനെ ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് അതിന് പകരമായിട്ട് പുതിയ നോമിനീസിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. ഇനി എന്തായാലും 5 വർഷമേ ഉള്ളൂ ടൈം പീരിയഡ്. ഇനിയിപ്പോ 3 വർഷം കഴിഞ്ഞതിന് ശേഷം നേരത്തെ ഉണ്ടായിരുന്ന നോമിനീസിനെ വിഡ്രോ ചെയ്തിട്ട് വേറെ നോമിനീസിനെ കൊടുത്താൽ പിന്നെ ആ പുതിയത് വരുന്ന ആൾക്കാർക്ക് പിന്നെ 5 വർഷമൊന്നും കിട്ടില്ല. ബാക്കി കമ്മിറ്റിക്ക് എത്ര കാലാവധി ഉണ്ടോ ആ കമ്മിറ്റിയുടെ കാലാവധി തീരുന്നതോടുകൂടി നോമിനേറ്റ് ചെയ്തിട്ടുള്ള അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നതും അവസാനിക്കും. അതാണ് ഗവൺമെന്റ് നോമിനീസ് ഇൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇനി നെക്സ്റ്റ് എസെൻഷ്യൽ റിക്വയർമെന്റ്സ് ഓഫ് എ മീറ്റിംഗ്. നിങ്ങൾക്കറിയാം ഒരു മീറ്റിംഗ് കൺവീൻ ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെ എസെൻഷ്യൽ റിക്വയർമെന്റ്സ് ഉണ്ട്. കമ്പനി ലോയിലും കോഓപ്പറേറ്റീവ് ലോയിലും ഒക്കെ പറയുന്ന നിയമങ്ങൾ എന്ന് പറയുന്നത് സെയിം ആണ്. ഫസ്റ്റ് വൺ ഈസ് ഗിവിംഗ് നോട്ടീസ്
to the members to inform regarding the meeting to be convened in a cooperative society. Annual general body meeting ആയിക്കോട്ടെ, ബോർഡ് മീറ്റിംഗ് ആയിക്കോട്ടെ, സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ആയിക്കോട്ടെ, എന്തും മെമ്പേഴ്സിനെ വെച്ചുകൊണ്ടാണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കൺവീൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ സ്പെസിഫൈഡ് ഡേറ്റിന് മുമ്പ് കിട്ടത്തക്ക വിധത്തില് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് കാണിക്കുന്ന നോട്ടീസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഏത് ഡേറ്റിന്, ഏത് സ്ഥലത്ത് വെച്ച്, ഏത് സമയത്താണ് മീറ്റിംഗ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്ന നോട്ടീസ് എല്ലാ മെമ്പർമാർക്കും നിശ്ചിത ദിവസത്തിന് മുമ്പ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ദ ഫസ്റ്റ് റിക്വയർമെന്റ് ഈസ് ദ നോട്ടീസ് ഗിവൺ ബൈ ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ആൻഡ് സെക്കൻഡ് വൺ ഈസ് അജണ്ട. At the time of providing the notice, which are the matters to be discussed at the time of convening the meeting should be given one by one or by providing serial number, which is called the agenda, and the same should be followed at the time of conducting the meeting of the cooperative society. ഞാൻ പറഞ്ഞു നോട്ടീസ് കൊടുക്കുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, അന്ന് നടക്കുന്ന മീറ്റിംഗിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചർച്ച ചെയ്ത് തീരുമാനിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിന്റെ പ്രിഫറൻസ് അനുസരിച്ച് 1, 2, 3, 4 പറഞ്ഞിട്ട് ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കണം. ഇറ്റ് ഈസ് കോൾഡ് അജണ്ട. എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ രൂപത്തിലാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിന്റെ ഓർഡർ ഓഫ് പ്രയോറിറ്റി അനുസരിച്ച് അത് നോട്ടീസിൽ എഴുതിയിട്ടുണ്ടായിരിക്കണം. അതിനനുസരിച്ചായിരിക്കണം മീറ്റിംഗിലെ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യേണ്ടുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ദ അജണ്ട ഓഫ് ദി മീറ്റിംഗ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ദ കോറം ഓഫ് ദ മീറ്റിംഗ്. കോറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ദ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് to be presented in a meeting to constitute the validity. ഒരു മീറ്റിംഗ് നിയമസാധുത ഉള്ളതാകണമെങ്കിൽ മിനിമം എത്ര ആൾക്കാര്, ടോട്ടൽ നമ്പേഴ്സിൽ എത്ര ആൾക്കാര് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണമെന്ന് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോയിലും പറഞ്ഞിട്ടുണ്ടാവണം. കമ്മിറ്റി മീറ്റിംഗിന്റെ പ്രൊവിഷൻ ആണ് ആക്ട് ആൻഡ് റൂളിൽ പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് അബൌവ് 50% ഓഫ് ദ ടോട്ടൽ കമ്മിറ്റി മെമ്പേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് കോറം ടു ദ മീറ്റിംഗ് ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 10 ആൾക്കാരാണ് ടോട്ടൽ കമ്മിറ്റി മെമ്പേഴ്സ് ആയിട്ടുള്ളത് എങ്കിൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞു പ്രൈമറി സൊസൈറ്റി ആണെങ്കിൽ 15 ആൾക്കാരാണ് എന്ന് പറഞ്ഞു. അപ്പൊ 15 ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 7. അപ്പൊ 7 ആൾക്കാർ വന്നു കഴിഞ്ഞാല് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കൂടുന്ന മീറ്റിംഗിന് യാതൊരു കാരണവശാലും വാലിഡിറ്റി ഉണ്ടായിരിക്കില്ല. 8 ആൾക്കാര് അതല്ലെങ്കിൽ 9 ആൾക്കാർ വരുമ്പോ മാത്രമേ കോഓപ്പറേറ്റീവ് സൊസൈറ്റി കൺവീൻ ചെയ്യുന്ന മീറ്റിംഗിന് വാലിഡിറ്റി ഉണ്ടായിരിക്കുള്ളൂ. അതേപോലെ ജനറൽ ബോഡി മീറ്റിംഗ് കൂടുമ്പോൾ എത്രയാണ് കോറന്ന് ബൈലോയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും, എത്ര പെർസെന്റേജ് ആണ് അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് മെമ്പേഴ്സ് ആണ് മിനിമം ഒരു മീറ്റിംഗിന് അറ്റൻഡ് ചെയ്യേണ്ടുന്നത് എന്ന് സ്പെസിഫിക് ആയിട്ട് അതാത് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ബൈലോയിൽ ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് കോൾഡ് ദ കോറം ഫോർ ദ മീറ്റിംഗ്. ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് അല്ലാത്ത ഏത് മീറ്റിംഗ് കൂടുമ്പോഴും അതിന് നിയമപ്രകാരം വാലിഡിറ്റി ഉണ്ടാവണമെങ്കിൽ ഈ പറയുന്ന മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞു നോട്ടീസ് അയക്കുന്ന സമയത്ത് എവിടെ വെച്ചിട്ടാണ് മീറ്റിംഗ് നടക്കുന്നത്, ഏത് ഡേറ്റിനാണ് മീറ്റിംഗ് നടക്കുന്നത്, ഏത് സമയത്താണ് മീറ്റിംഗ് നടക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മീറ്റിംഗ് നടക്കുന്നത്, പ്രത്യേകമായിട്ട് ആരെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ആരുടെയെങ്കിലും സാന്നിധ്യത്തിലാണ് മീറ്റിംഗ് കൂടാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് കൃത്യമായിട്ടും ഈ പറയുന്ന മീറ്റിംഗിന് അയക്കുന്ന നോട്ടീസിൽ കാണിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി അത്രയും മാത്രം പോരാ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഒരു റെക്കോർഡുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് മിനിറ്റ്സ് ബുക്ക്. നമ്മൾ കേട്ടിട്ടുള്ളതാണ്. മിനിറ്റ്സ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മീറ്റിംഗിന്റെ പ്രൊസീഡിങ്സ് ബ്രീഫായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെയാണ് നമ്മൾ മിനിറ്റ്സ് ബുക്ക് എന്ന് പറയുന്നത്. ഏത് മീറ്റിംഗ് കൂടി കഴിഞ്ഞാലും നിർബന്ധമായിട്ട് മിനിറ്റ്സ് ബുക്ക് ഉണ്ടാവണം. ആ മിനിറ്റ്സ് ബുക്കിൽ അജണ്ട എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കണം. ആരൊക്കെയാണ് മീറ്റിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അവരുടെ പേര്, അതേപോലെ തന്നെ മെമ്പർ നമ്പർ, അവരുടെ സിഗ്നേച്ചർ കൃത്യമായിട്ട് ഉണ്ടായിട്ടുണ്ടാവണം. എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ആ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ബ്രീഫ് സമ്മറി എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ഇൻക്ലൂഡ് ചെയ്യുന്ന ബുക്ക് എന്ന് പറയുന്നതാണ് മിനിറ്റ്സ് ബുക്ക്. അപ്പൊ നോട്ടീസ്, അജണ്ട, കോറം, മിനിറ്റ്സ് ബുക്ക്, ഇതാണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി കൺവീൻ ചെയ്യുന്ന മീറ്റിംഗിന്റെ എസെൻഷ്യൽ റിക്വയർമെന്റ്സ്. ബാക്കി അടുത്ത ദിവസം. താങ്ക് യു.